ഇന്ന് നമുക്ക് അപ് ടൗൺ ഹ്യൂസ്റ്റണിലെ ബിയറിംഗ് ഡ്രൈവ് റോഡിലെയും സമീപ പ്രദേശങ്ങളിലെയും ഒക്കെയുള്ള ഒരു വൈകുന്നേര കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു വന്നാലോ? എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ബിയറിംഗ് ഡ്രൈവ്. ഈ ഭാഗത്തോട്ട് നടന്നാല് വുഡ്വേ ഡ്രൈവിലാണ് എത്തുക. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ സാൻ ഫിലിപ്പി റോഡിലേക്കുള്ള വഴിയാണ്. ഇപ്പോ വൈകുന്നേരം 7:30 മണി കഴിഞ്ഞു. ഇനിയും സൂര്യൻ അസ്തമിച്ചിട്ടില്ല. ഒരു 8 മണി ഒക്കെ കഴിയും സൂര്യൻ അസ്തമിക്കാൻ. ഇവിടെയുള്ള ഫുട്പാത്തുകളിൽ ഒക്കെ ആൾക്കാരെയൊന്നും അധികം കാൽനടയായി സഞ്ചരിക്കുന്നത് കാണാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ ഡോഗ്സിനെയൊക്കെ കൊണ്ട് നടക്കുന്നതായാണ് കൂടുതലും കാണുന്നത്. കണ്ടോ, ഇവിടെയൊന്നും ആരെയും കാണാനേ ഇല്ല. നടപ്പാതകളൊക്കെ മിക്കവാറും എല്ലാ സ്ഥലത്തും ക്ലീൻ ആയിരിക്കും. രണ്ട് സൈഡിലും പച്ചപ്പുൽ വളർത്തിയിട്ടുണ്ട്. സൈഡിലാണെങ്കിൽ ധാരാളം വൃക്ഷങ്ങളും കാണാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. റോഡിന്റെ രണ്ട് സൈഡിൽ ചിലതൊക്കെ മാത്രം ഓഫീസസും മറ്റുള്ളവയൊക്കെ റെസിഡൻഷ്യൽ ഏരിയയുമാണ്. ഈ സൈഡില് ഈ കാണുന്ന കാർ പാർക്കിന് ശേഷം ടാങ്കിൾവുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നു. ഈ പാർക്കിലാണെങ്കിൽ ടെന്നീസ് കോർട്സ് ഉണ്ട്. പിന്നെ നടക്കുവാനുള്ള റൗണ്ടായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ ഡോഗ് വാക്കിങ്ങിനുള്ള പ്രത്യേക ഏരിയ ഉണ്ട്. ഞാനാണെങ്കിൽ പാർക്കിലേക്ക് പോകുന്നില്ല. കാരണം വൈകുന്നേരം ഡോഗ് വാക്കിങ്ങിന് വേണ്ടിയിട്ട് കുറേയധികം ഡോഗ്സിനെയും കൂട്ടിയിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ കാണുന്നത് ഇവിടെയുള്ള ഒരു മെട്രോ ബസ് ഷെൽട്ടർ ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ ബിയറിംഗ് ഡ്രൈവ് കഴിഞ്ഞ് വുഡ്വേ ഡ്രൈവിലെത്തി. മുൻഭാഗത്താണെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നു. സൈഡിലായിട്ട്
മറ്റൊരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് സാമാന്യം തിരക്കുള്ള ഒരു റോഡാണ്. വാഹനങ്ങളും കുറെയൊക്കെ റോഡിൽ കാണാം. ഇപ്പോൾ നടക്കാൻ നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. ചൂട് കൂടുതലൊന്നുമില്ല. നടപ്പാതകളൊക്കെ ആണെങ്കിൽ വൃത്തിയുള്ളതാണ് താനും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. ഈ സൈഡിൽ ബാങ്ക് ഓഫ് ടെക്സാസിന്റെ ഒരു ഓഫീസ് സ്ഥിതി ചെയ്യുന്നു. ഇവിടങ്ങളിലൊക്കെ ഇടയ്ക്കിടെ പല പ്രൈവറ്റ് ബാങ്കുകളുടെയും ഓഫീസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ സ്ഥലമൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അപ് ടൗൺ ഹ്യൂസ്റ്റണിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ് ടൗണിൽ ധാരാളം റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടാവും. അടുത്തതായി വരുന്നത് മിഡ് ടൗൺ ആണ്. രണ്ടും ഏകദേശം ഒരുപോലെ റെസിഡൻഷ്യൽ ഏരിയയും ഓഫീസസും കാണും. ഡൗൺ ടൗണിലാണെങ്കിൽ മിക്കവാറും എല്ലാ ഓഫീസസും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ആയിരിക്കും. അങ്ങനെയാണ് 3 ഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഫുട്പാത്തിന്റെ സൈഡിലായിട്ട് നല്ല ചെടികളും മറ്റും നട്ടുവളർത്തിയിട്ടുണ്ട്. എല്ലാം കണ്ടുകൊണ്ടും ശുദ്ധമായി ആസ്വദിച്ചുകൊണ്ടും ഞാൻ എൻ്റെ മുന്നോട്ടുള്ള യാത്ര തുടർന്നു. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.